പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രീതിയിലുള്ളതായ ഭയത്തെക്കുറിച്ചാണ്. ഒന്ന് മാനുഷിക ഭയം, രണ്ട് ദൈവഭയം. നമുക്കറിയാം, ലോകത്തിലെ സകല ജീവജാലങ്ങളും ചരാചരങ്ങളും ഭയത്തിനടിമകളാണ്. മനുഷ്യനെ പോലെ മരണഭയം, അത് സകല ജീവികളിലും സംസാരിക്കാൻ കഴിവുള്ളതിലും ശബ്ദമുണ്ടാക്കുവാൻ കഴിവുള്ളതിലും ഒരു ശബ്ദവും ഉണ്ടാക്കുവാൻ കഴിയാത്ത ചെടികളിലും മരങ്ങളിലും വൃക്ഷങ്ങളിലും പുല്ലുകളിലുമൊക്കെ മരണഭയമുണ്ട്. അവർ മരണത്തെ തിരിച്ചറിയുന്നു. എന്നാൽ മനുഷ്യനിൽ വാഴുന്നതായ രണ്ട് ഭയം, ഒന്ന് മാനുഷിക ഭയം ഇല്ലെങ്കിൽ മരണഭയം, രണ്ട് ദൈവഭയം. ഇതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ട് ഭയത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഒരു വ്യക്തിയെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കണം. പരിചിതനായ, വേദപുസ്തകത്തിൽ പരിചിതനായ മോശ തന്നെ. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ താൻ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. ആ മിസ്രൈമിലെ സകല നന്മകളും അനുഭവിച്ചുകൊണ്ട് താൻ വളർന്ന് പ്രാപ്തിയായി യൗവനക്കാരനായപ്പോൾ ഒരു ദിവസം ഒരു മിസ്രൈമിനും ഇസ്രായേലിനും തമ്മിൽ വഴക്കിടുന്നത് കണ്ടു. സഹിക്കാൻ വയ്യാതെ അടുത്ത് ചെന്ന് മിസ്രൈമിനെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മോശയിൽ ഒരു ഭയം വാഴുവാൻ തുടങ്ങി, വലിയ ഭയം. ഏതെങ്കിലും കാരണവശാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വാർത്ത അറിഞ്ഞാൽ തന്നെ അറസ്റ്റ് ചെയ്യും, കാരാഗ്രഹത്തിലാക്കും, മരണത്തിന് വിധിക്കും. കാരണം ഫറവോൻ, അന്നപ്പോൾ വാണുകൊണ്ടിരുന്നതായ ഫറവോൻ കർക്കശ സ്വഭാവക്കാരനാണ്. ആ കർക്കശമായ വിധിയെ, മരണത്തിൻ്റെ വിധിയെ ഭയന്നുകൊണ്ട് മോശ മിസ്രൈം വിട്ടോടി മിദ്യാനിലേക്ക്, അതായത് എത്യോപ്യയിൽ ചെന്നാണ് ആ ഓട്ടം നിന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് മരണഭയം എന്ന് വിളിക്കുന്നത്. നമ്മളിലെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ മരണഭയമുണ്ട്. നമ്മുടെ നാട്ടിലും അനേക കുറ്റവാളികൾ മരണഭയത്തെ, മാനക്കേടിനെ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു അന്തരീക്ഷത്തെ, ജീവിത സാധ്യതകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെല്ലാം ഒളിച്ചോടുന്നത് കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാർ ഒളിച്ചോടുന്നു, അനേക ക്രിമിനൽ കുറ്റവാളികൾ ഒളിച്ചോടുന്നു, മാസങ്ങളോളം ദിവസങ്ങളോളം ഒളിവിൽ പാർക്കുന്നു, പിടികൊടുക്കാതെ. കാരണം ഭയം, മാനത്തെ അല്ലെങ്കിൽ അവരുടെ ആ ബഹുമാനത്തെ ഇല്ലാതാകുമോ എന്നുള്ള പേടി. ആ പേടി അവരുടെ മേൽ വാഴുകയാണ്. മരണത്തിന് തുല്യമായ ഒരു വളരെ കഠിനമായ ഒരു അവസ്ഥയെ അവർക്ക് നേരിടുവാൻ കഴിയാതെ അവർ ഒളിച്ചോടുന്നു, ഭയപ്പെടുന്നു, അറസ്റ്റിനെ പേടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് മോശയെ ദൈവം സന്ദർശിച്ചിട്ട് അവനെ വിളിച്ചുകൊണ്ട് മിസ്രൈമിൽ കൊണ്ടുവന്നു. അവൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ചെങ്കടൽ കടത്തി വിടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്നു. 40 വർഷം മോശയുമായി ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. അവന് 120 വയസ്സായപ്പോൾ ഒരു ദിവസം അവനെ സ്നേഹത്തോടെ മോശയെ വിളിച്ചു. മോശ വിചാരിച്ചു, ഇത്രയും സ്നേഹത്തോടു കൂടെ ദൈവം വിളിക്കുന്നതിന് കാരണം എന്താണ്? ചിലപ്പോൾ തൻ്റെ 40 വർഷത്തെ ഈ വലിയ കഠിന ശ്രമത്തെയും തൻ്റെ മേധാവിത്വത്തെയും ഒക്കെ സ്തുതിച്ചുകൊണ്ട് തനിക്ക് വല്ല അവാർഡ് വല്ലതും കൊടുക്കാനായിരിക്കും, ബഹുമാനം, സർട്ടിഫിക്കറ്റ് വല്ലതും കൊടുക്കാനായിരിക്കുമെന്ന് മോശ ചിന്തിച്ചു കാണും. ദൈവം മോശയോട് വളരെ സ്നേഹമായി പറഞ്ഞു, നിന്റെ പ്രവൃത്തിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള നല്ല കാര്യങ്ങളൊക്കെ നീ ചെയ്തു. കാര്യമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ അടുത്ത ദിവസം നീ ഒരു കാര്യം ചെയ്യണം. എവിടേക്കാണെന്ന് അറിയാമോ? യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ മിസ്കാ കൊടുമുടിയുടെ മുകളിലേക്ക് നീ കയറി വരണം. നിനക്ക് 120 വയസ്സായി. ഇനി നീ ജീവിച്ചിരിക്കേണ്ട, അവിടെ വെച്ച് നീ മരിക്കും. നിന്നെ ഞാൻ അവിടെ അടക്കം ചെയ്യും. കേട്ടാൽ ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു സങ്കടം. നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിടികൊടുക്കുമോ? ഒരൊറ്റ ഓട്ടം ഓടും, അല്ലേ? ഏതെല്ലാം രീതി ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ വഴിയുണ്ടോ ആ വഴിയെല്ലാം അന്വേഷിക്കും. പക്ഷെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയതുപോലെ ഇവിടെ ഓടാൻ കഴിയില്ല. കാരണം മോശയ്ക്ക് ഇപ്പോൾ ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കി. ദാവീദ് ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് പറയുന്നത് 139 സങ്കീർത്തനം നാം വായിച്ചു നോക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ മുൻപും പിൻപും നീ അടച്ചു എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡിജിറ്റൽ അറസ്റ്റ്. നമ്മൾ ഈ ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വ്യാജമായിട്ടുള്ള അറസ്റ്റിനെ കുറിച്ചൊക്കെ ഈ നാളുകളിൽ കള്ളന്മാർ ചെയ്യുന്നതായ വലിയൊരു സംഭവം.
എന്നാൽ ഇവിടെ മോശയോട് ദൈവം പറഞ്ഞത് ഒരു ഡിജിറ്റൽ അറസ്റ്റ് അല്ല. അവൻ്റെ കൈകൾ ബന്ധിച്ചില്ല. അവന് വേണമെങ്കിൽ ഓടിപ്പോകാം. പക്ഷെങ്കിൽ മോശയ്ക്കറിയാം, എനിക്ക് ഓടാൻ കഴിയില്ല, എന്നെ മുൻപും പിൻപും അടച്ചിരിക്കുന്നത്. ദാവീദ് പറയുന്നത് 139 സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ താൻ പറയുകയാണ്, ദാവീദിനെ സംബന്ധിച്ചോളം ഒളിച്ചോടാൻ വിരുദ്ധനായ ഒരു മനുഷ്യനാണ്. ശൗലിന്റെ മുൻപിൽ, തന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് യാതൊരു രീതിയിലും പിടികൊടുക്കാതെ പർവ്വതങ്ങളും കുറ്റിക്കാടുകളും വനാന്തരങ്ങളിൽ കൂടെ താൻ വളരെ വിദഗ്ധമായി ഒളിച്ചോടി പരിചയമുള്ള ദാവീദ് ദൈവത്തോട് പറയുകയാണ്, നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ ഒളിച്ചോടും? താൻ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ ചെന്നാൽ അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നീ എനിക്ക് ഉറക്കം തരത്തില്ല, എന്നെ നീ പിടിക്കും, നിന്നെ വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദാവീദിനൊരു വലിയ സംഭവം മനസ്സിലായി. ദൈവത്തെ വിട്ട് ഒളിച്ചോടുവാൻ സാധിക്കാത്ത ഒരു രംഗം, ഒരു വലിയ ഡിജിറ്റൽ അറസ്റ്റ് പോലെ ഒരു അറസ്റ്റ്, സ്വർഗീയ അറസ്റ്റ് ഒരു മനുഷ്യൻ്റെ മേൽ വീണാൽ അവന് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം. ഈ ബോധ്യത്തെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടാൽ ഉടനെ വിറയ്ക്കല്ല, ദൈവത്തെക്കുറിച്ച് കേട്ടാൽ ഉടനെ വിറയ്ക്കല്ല. മുമ്പും പിമ്പും അടച്ചിരിക്കുന്നു, ഇനിയും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതായ ഒരു ബോധ്യം. ഏതെല്ലാം ബുദ്ധി നമ്മളിൽ ബുദ്ധിയിൽ കൂടെ നമ്മൾ പരിശ്രമിച്ച് നോക്കിയിരുന്നാലും ശരി, രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുപാട് ശിഷ്യന്മാർ കഠിനമായ ഉപദേശം കേട്ട് കർത്താവിനെ വിട്ടുപോയി. വേണ്ട, ഈ വലിയ കഠിനമായ ഉപദേശമൊന്നും കേട്ടുകൊണ്ട് കർത്താവേ, ഗുരു, നിന്നെ അനുഗമിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവ് തിരിഞ്ഞ് 12 ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്രോസ് അവിടെ മാധുര്യമായി പറയുന്നുണ്ട്, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? Nowhere to go. Praise the Lord. ദൈവത്തെ വിട്ട് എങ്ങും പോകാനില്ല എന്നുള്ള ഒരു ജ്ഞാനം ദാവീദ് പാടുമ്പോൾ 139 സങ്കീർത്തനം പാടുമ്പോൾ താൻ പറയട്ടെ, എൻ്റെ നാളുകളെ, എൻ്റെ ആയുസ്സിനെ എണ്ണുവാൻ എനിക്കൊരു ജ്ഞാനം തരണം. ആ ജ്ഞാനത്തെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 ഭയത്തെ നമ്മൾ നേരിടുന്നു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വിധിക്കാം, നിങ്ങൾ മനുഷ്യഭയത്തിന് അടിമകളോ അതോ ദൈവഭയത്തിന് അടിമകളോ? മനുഷ്യഭയത്തിന് അടിമകളെങ്കിൽ അവിടെ അറസ്റ്റുണ്ട്, അവിടെ കാരാഗ്രഹമുണ്ട്, ജയിലുണ്ട്, ശിക്ഷാ നടപടികളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്നാൽ ദൈവഭയത്തിൻ്റെ ഭാഗം വരുമ്പോഴേക്കും പിതാവ് പുത്രനോട് പറഞ്ഞു, നാളെ നിന്നെ അറസ്റ്റ് ചെയ്യും. ശത്രുക്കൾ, പുരോഹിതന്മാരും പരീശന്മാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പടയാളികൾ വന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകും, നിന്നെ ക്രൂശിക്കും, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് വിവരം മനസ്സിലായി. ആ പർവ്വതത്തിൽ നിന്ന്, ഗെത്സമനെ തോട്ടത്തിൽ നിന്ന്, ആ മലയിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടമോടാമായിരുന്നു. പിതാവിനോട് ചോദിച്ചു, കർത്താവേ, അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം. കാരണം ദൈവം അപ്പൻ അകറ്റിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ, എൻ്റെ മുൻപും പിൻപും അടച്ചിരിക്കുകയാണ്. അപ്പൻ പറഞ്ഞ വാക്കുകളോ, നീ അതിനെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാവും, ഇതാണ് എൻ്റെ ഇഷ്ടം. ഉടനെ പുത്രൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. കാരണം നോ അതർ വേ. യെസ്, പിതാവ് നിശ്ചയിച്ചതാണ് യഥാർത്ഥമായ ഫൈനൽ ഡിസിഷൻ, അവസാനത്തെ തീരുമാനം ഞാനതിനായി ഏൽപ്പിച്ചു തരുന്നു. പത്രോസ് പറഞ്ഞത്, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് പോകുവാൻ ഒരു സ്ഥലമില്ല. ദാവീദ് പറയുന്നു, എൻ്റെ മുൻപും പിൻപും നീ അടച്ചിരിക്കുന്നു, നിന്റെ ആത്മാവിനെ വിട്ട് ഞങ്ങൾ എവിടേക്ക് ഒളിച്ചോടും? ഒളിച്ചോടുവാൻ എൻ്റെ അറിവിലും ജ്ഞാനത്തിലും ഒരു വഴികളുമില്ല. ഇതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവഭയത്തിന് അടിമകളായിട്ടുള്ളവർ ദൈവം മുമ്പും പിൻപും അടച്ചിരിക്കുന്ന പാതകളെ കുറിച്ചുള്ളതായ ഒരു ദർശനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ദൈവത്തെ വിട്ട് പോകാൻ കഴിയില്ല, ഒളിച്ചോടുവാൻ വഴിയില്ല, ഒളിച്ചിരിക്കുവാൻ മാർഗമില്ല. എവിടെ പോയിരുന്നാലും ദൈവം അവരെ കാണുന്നു, ദർശിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത. മൃഗങ്ങളിലും മറ്റു സൃഷ്ടികളിലും ഈ ഭയമില്ല.
ദൈവം മനുഷ്യനിൽ മാത്രം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ദിവ്യമായ ഭയമാണ് ദൈവഭയം. പ്രൈസ് ദി ലോർഡ്. കാരണം വേറെ ഒരു വഴി രീതിയിലും രക്ഷപ്പെടുവാൻ മനുഷ്യന് മുൻപിൽ അവസരങ്ങളില്ല, വഴികളില്ല എന്നുള്ളതായ ഒരു ചിന്ത വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥമായ ഫൈനൽ പാതയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നു. മോശയോട് ദൈവം പറഞ്ഞതായ കഠിനമായ വാക്കിനെ നമ്മൾ നോക്കൂ. 120 വയസ്സായി സ്നേഹത്തോട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ധാരാളം കഷ്ടങ്ങൾ സഹിച്ചു, അപമാനങ്ങൾ സഹിച്ചു. നിന്റെ കൂട്ടുകാരും നിന്റെ സഹോദരങ്ങളും നിന്റെ പിൻഗാമികളും ഒക്കെ നിന്നെ സംശയിച്ചു, നിന്നെ ഉപദ്രവിച്ചു, നിന്നെ വേദനിപ്പിച്ചു, കരയിപ്പിച്ചു. എൻ്റെ നാമനിമിത്തം നീ അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. എങ്കിലും ഞാൻ നിന്നെക്കുറിച്ച് തീരുമാനിച്ചതല്ലാതെ മറ്റൊന്നും നടക്കില്ല. മോശയ്ക്ക് വ്യക്തമായി ദൈവത്തെ മനസ്സിലായി. ദൈവം തീരുമാനിച്ചാൽ ആ വാക്കിൻ്റെ പിൻപിൽ അതിൻ്റെ മുൻപിൽ യാതൊരു തീരുമാനവും വിലപ്പോകില്ല. മോശ സന്തോഷത്തോട് ഓർത്തു നോക്കൂ. തൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിലും തൻ്റെ ഭാര്യയുടെ മുൻപിലും സഹോദരങ്ങളുടെ മുൻപിലും തൻ്റെ ജനത്തിന് മുൻപിലും മോശയെന്ന് കേട്ടാൽ ദൈവത്തെ പോലെ അവർ കരുതിയിരുന്നു. അവരുടെ മുൻപിൽ വെച്ച് സൗമ്യതയോടുകൂടെ ഒരു കുഞ്ഞാട് കയറി ചെല്ലുന്നത് പോലെ പിസ്ഗാ മുകളിലേക്ക് കയറുമ്പോൾ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ഭയങ്കര പ്രവൃത്തി. നമ്മളെ കൊല്ലുവാൻ വേണ്ടി വിളിച്ചാൽ നമ്മൾ ഓടിച്ചെല്ലുമോ? ചെല്ലത്തില്ല. പക്ഷെങ്കിൽ മറ്റു വഴികളൊന്നുമില്ല എന്ന് നമ്മൾ കാണുമ്പോൾ, കയറി ചെല്ലുവാനല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പാദത്തെ ചുംബിക്കും. നമ്മുടെ ജീവിതത്തിൽ മുൻപും പിൻപും അടച്ച് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടിയെക്കുറിച്ചുള്ളതായ വെളിപ്പാടാണ്, ജ്ഞാനമാണ് ദൈവഭയം എന്ന് പറയുന്നു. ദൈവഭയം മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നിഴലിടുമ്പോൾ ഒരറസ്റ്റും കൂടാതെ, ഒരു സമ്മർദ്ദവും കൂടാതെ നാം ദൈവത്തെ അനുസരിക്കുവാൻ നിർബന്ധിതരാകുന്നു. ദൈവഭയം ദൈവത്തെ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നു. മനുഷ്യഭയം മനുഷ്യനെ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നില്ല, ഒളിച്ചോടുവാൻ, രക്ഷപ്പെടുവാൻ നിർബന്ധിക്കുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം നമ്മളിൽ വാഴുമ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ നമ്മുടെ പ്രാണനെയും നമ്മുടെ ഇഷ്ടത്തെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പത്രോസ് പറഞ്ഞതുപോലെ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മാർഗങ്ങൾ, മൊഴികൾ നിന്നിലുണ്ട്, ഞങ്ങളിത് വേറെ ആരിലും കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടുവാൻ, ഞങ്ങൾക്ക് ഓടിപ്പോകുവാൻ, പിന്തിരിഞ്ഞു പോകുവാൻ ഒരു നിവൃത്തിയുമില്ല. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവഭയത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ദൈവഭയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവഭയത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന ധാരണ എന്താണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മുടെ മുൻപും പിൻപും അടച്ചിരിക്കുന്നു. മോശയോട് പറഞ്ഞതുപോലെ എത്ര സൗമ്യമായിട്ടാണ് ദൈവം പറഞ്ഞത്, മോശേ നീ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം പിസ്ഗാ മുകളിലേക്ക് നീ കയറി വരണം, അവിടെ വെച്ച് നീ മരിക്കും. നിനക്ക് നിത്യമായി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് ശേഷിച്ചിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. ഇങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വഴി തേടുമ്പോൾ നമ്മൾ മുമ്പിലും പിറമ്പിലും നോക്കുമ്പോൾ എല്ലാ വഴികളിലും അടച്ചിരിക്കുന്നു. ഒരു രീതിയിലും പറ്റത്തില്ല, ഒരു ഓപ്പറേഷനിലും ഒരു സർജറിയിലും പറ്റില്ല, സമ്മതിച്ചേ പറ്റൂ എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ വാഴുന്നു. ദൈവഭയം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. ദൈവഭയത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നവർ ദൈവവുമായി സംസാരിച്ചു കൊണ്ടിരിക്കും. അവരോട് ദൈവത്തിൻ്റെ ഹിതം ദൈവം തക്ക സമയത്ത് അറിയിക്കും. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിപ്പാൻ തക്ക വിശാലതയുള്ളൊരു ഹൃദയത്തെ തരുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.